ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തന്റെ ചാനൽ സൂക്ഷിക്കേണ്ട ഒരു ധാർമ്മിക മര്യാദയാണ് അതിന്റെ മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കുക എന്നുള്ള അടിസ്ഥാന തത്വം പോലും വിസ്മരിച്ചുകൊണ്ട് സുനിലിന്റെ ചാനൽ ഒരു പെന്തക്കോസ്ത് മാലിന്യത്തെ വമിപ്പിക്കുവാൻ അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിഷപ്പുക വമിപ്പിക്കുന്ന ഒരു ചാനലാക്കി താൻ തുറന്നു കൊടുത്തു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് ഭാവി കാലത്ത് അത് അടയാളപ്പെടും. നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ശുദ്ധ തോന്നിവാസമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും അബദ്ധ ജടിലമാണെന്നും ഞാൻ പറയാം. അപ്പൊ അതിന് മേപ്പടി വിഷയത്തിൽ ചർച്ചയോ സംവാദമോ പരിശോധനയോ എന്ത് വേണേലും ആകാം പാസ്റ്റർ തോമസിന്. അപ്പൊ ആ സമയത്ത് എനിക്ക് വാദത്തിന്റെ അസ്കിതയുണ്ട്, വായുവിന്റെ കോപം ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെയുള്ളവർ വീട്ടിലിരിക്കണം, പൊതുസമൂഹത്തിൽ വന്നിറങ്ങി ഇങ്ങനെ വലിയ വർത്തമാനം പറയുന്നു. പരിശുദ്ധ സഭയുടെ കൂതാശകളെ അവഗണിച്ച് സുനിൽ മാത്യു ഒരു പാസ്റ്ററെ കൊണ്ടുവന്നിട്ട് സംസാരിച്ചിരിക്കുമ്പോൾ ശുഭപീഡികൾ എന്ന ഞാൻ അതിന് കൗണ്ടർ ചെയ്യണം. നിങ്ങൾ തെറ്റാണ്. കാരണം താങ്കൾ സത്യസന്ധനായ മാധ്യമ പ്രവർത്തകൻ എന്ന അവകാശവാദത്തിന്റെ ആ തൊപ്പിയും തൊങ്ങനെ ഊരി വെച്ചോണം. അങ്ങനെ തുടരണമെങ്കിൽ ഓപ്പൺ ചർച്ചയ്ക്ക് തയ്യാറാണ്. കാരണം ഇത് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. നമ്മള് സാമൂഹ്യ മാധ്യമ രംഗത്ത് ശ്രദ്ധിക്കുമ്പോൾ പെന്തക്കോസ്ത് വിഭാഗത്തിന് വേണ്ടി സംസാരിക്കുന്ന 2 മാധ്യമ പ്രവർത്തകരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലൊന്ന് ശ്യാമുവൽ മാത്യു എന്ന നാരദൻ ന്യൂസ് നടത്തുന്ന ശ്യാമുവൽ മാത്യു, മറ്റൊന്ന് i2i ന്യൂസ് നടത്തുന്ന സുനിൽ മാത്യു. ഈ ശ്യാമുവൽ മാത്യുവും സുനിൽ മാത്യുവും എല്ലായ്പ്പോഴും തന്നെ ഒരു പ്രോ പെന്തക്കോസ്റ്റൽ വ്യൂ അല്ലെ പെന്തക്കോസ്ത് അനുഭാവത്തോടുകൂടെ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. പെന്തക്കോസ്ത വിഭാഗങ്ങളെ പിന്തുണച്ചുകൊണ്ട് നിരന്തരമായി താൻ നടത്തുന്ന മാധ്യമ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് നേരത്തെ എറണാകുളത്ത് വെച്ച് പെന്തക്കോസ്തുകാരുടെ ഒരു യോഗത്തിൽ മാധ്യമ പ്രവർത്തകനായ ശ്യാമുവൽ മാത്യുവിനെ ആദരിക്കുകയും അവാർഡ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ശ്യാമുവൽ മാത്യു പണ്ട് മുതലേ പെന്തക്കോസ്തുകാരനാണ്. പക്ഷെ സുനിൽ മാത്യുവിന്റെ കാര്യം അങ്ങനെയല്ല. അടുത്തയിടെയാണ് അദ്ദേഹം ഒരു പെന്തക്കോസ്ത് സഹവാസവും സഹയാത്രയും ഒക്കെ ആരംഭിച്ചത്. ഇപ്പൊ സുനിൽ മാത്യുവിന്റെ മാധ്യമ പ്രവർത്തനങ്ങളുടെ വളരെ തുടക്കം മുതൽ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രവർത്തനങ്ങളുടെ വളരെ തുടക്കം മുതലേ ഒരു നിരീക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ അദ്ദേഹത്തിന്റെ ചലനങ്ങളെ വളരെ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ട്. പരിമല പള്ളിയിലെ പെരുന്നാളിനോടനുബന്ധിച്ച് അവിടെ ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് കൊട്ടേഷൻ എടുക്കുന്നതും അതുപോലെ അതിനടുത്തൊരു ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ സ്തുത്യർഹമായ വിധത്തിൽ വളരെ ലാഭകരമായ നിലയ്ക്ക് ഒരു ട്രേഡ് ഫെയർ താൻ സ്വന്തം നിലയിൽ അവിടെ സംഘടിപ്പിച്ചു. അതുകൊണ്ട് പരിമല പള്ളിക്ക് ഈ ലൈറ്റ് ഇലുമിനേഷനൊക്കെ അദ്ദേഹം ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ 2-3 വർഷങ്ങളിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികളുടെ സ്വഭാവമാണ് ഒരാളൊരു ടെലിഫോൺ ബൂത്ത് തുടങ്ങിയാൽ അതിനടുത്ത് വേറെ ഒരാൾ ടെലിഫോൺ ബൂത്ത് തുടങ്ങുക, ഒരാളൊരു ചായക്കട തുടങ്ങി അതിനടുത്ത് ചായക്കട തുടങ്ങി. ഇത് മലയാളികളുടെ സ്വഭാവമായതുകൊണ്ട് ഈ സുനിൽ മാത്യു ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് കണ്ടപ്പോൾ ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റില്ല എന്ന് കണ്ട് പരിമലയിൽ ചില തൽപര കക്ഷികൾ പിറ്റേ പ്രാവശ്യം അവിടുത്തെ വൈദികരെയൊക്കെ സ്വാധീനിക്കുകയും ഈ സുനിൽ മാത്യുവിന് ട്രേഡ് ഫെയർ നടത്താനുള്ള അനുമതി നിഷേധിക്കുകയും ചെയ്തു. സത്യത്തിൽ ആ പള്ളിക്ക് വലിയ ലാഭം ഉണ്ടാക്കുന്ന വിധത്തിലൊക്കെ ഇദ്ദേഹം പ്രവർത്തിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പള്ളിക്ക് ലാഭം ഉണ്ടാക്കുന്നതിൽ ആളുകൾക്ക് താല്പര്യമില്ല. ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ കേജ്രിവാളിന്റെ അവസ്ഥ കണ്ടതാണ്. 35 കോടി പറഞ്ഞ പാലം 28 കോടിക്ക് പൂർത്തിയാക്കി. 6 വർഷം മുമ്പ് 35 കോടി പറഞ്ഞത് 6 വർഷം കഴിഞ്ഞിട്ട് 28 കോടിക്ക് പൂർത്തിയാക്കി. 7 കോടി ഖജനാവിന് ലാഭം ഉണ്ടാക്കിയപ്പോൾ കേജ്രിവാൾ പലർക്കും അനഭിമതനായി മാറി, പലരുടെയും കണ്ണിലെ കരടായി മാറി. അവിടെ ആളുകൾക്ക് സൗജന്യമായിട്ട് വെള്ളം, സൗജന്യമായിട്ട് ഇലക്ട്രിസിറ്റി, അതൊന്നും വേണ്ട. അതുപോലെ കിഴക്കമ്പലത്ത് നമ്മൾ കണ്ടതാണ് ഈ 2020 പ്രവർത്തനങ്ങൾ വന്ന് അപ്പൊ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന അല്ലെ പൊതുവിന് പ്രയോജനം വരുന്ന കാര്യങ്ങളിൽ തൽപര കക്ഷികൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അവരെ തൽപര കക്ഷികൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് ഈ സുനിലിനും തിരിച്ചടിയായി. സുനിലിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് പള്ളിക്ക് പ്രയോജനം ഉണ്ടായിട്ടെന്ന് ഓർത്ത് ചെയ്തതാണ്. എന്നാൽ പള്ളിയിൽ നിന്ന് ലൈറ്റ് ഇലുമിനേഷന്റെ പൈസ മേടിക്കുകയും അതിൽ കുറച്ച് പൈസ അവിടെയുള്ള തൽപര കക്ഷികളുടെ പോക്കറ്റിൽ തിരികുകയും ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് എന്നും അവിടെ അതൊക്കെ ചെയ്യാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആത്മാർത്ഥതയിൽ ഉപ്പ് കൂടിപ്പോയി. അങ്ങനെ അദ്ദേഹം അവിടുന്ന് പുറന്തള്ളപ്പെട്ടു. അതിൽ ഭിന്നനായിട്ട് അദ്ദേഹം പിന്നീട് ഈ ലൈവ് ഒക്കെ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിൽപ്പെട്ട പല ആളുകളുമായിട്ട് അദ്ദേഹത്തിന് ദിശാഘോഷങ്ങൾ ഉണ്ടാവുകയും പിന്നീട് അദ്ദേഹത്തിന്റെ വീഡിയോകളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അനീതിക്കെതിരെ, അസത്യത്തിനെതിരെ, അതുപോലെ ഈ അഴിമതിക്കെതിരെ, അനാശാസ്യ പ്രവർത്തനങ്ങൾക്കെതിരെയൊക്കെ അദ്ദേഹം തന്റെ വീഡിയോ തുറന്നു വെച്ചു, തന്റെ മീഡിയ തുറന്നു വെച്ചു, തന്റെ വീഡിയോകളിലൂടെ പ്രതികരിച്ചു. ഒരു സ്റ്റിംഗ് ഓപ്പറേറ്ററായിട്ട് ആളുകളെ ഫോൺ വിളിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി. അപ്പൊ ആരെയും കടന്നാക്രമിക്കും. ഒരു ധീരനായ മാധ്യമ പ്രവർത്തകൻ എന്ന ഒരു പരിവേഷം ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുക്കാൻ ഈ ശ്രീമാൻ സുനിലിന് സാധിച്ചു.
പിന്നീട് ഈ യാക്കോബായ ഓർത്തഡോക്സ് തർക്കമൊക്കെ വരികയും തെരുവിൽ ശവം തടയുകയും പള്ളി പിടിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതവും ഗൂഢവും ജുഗുപ്സാവഹവുമായ നീക്കങ്ങൾ ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ പക്കൽ നിന്നുണ്ടാവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായി നീതിയുടെ പക്ഷത്തെന്ന പോലെ സുനിലിന്റെ ചാനൽ യാക്കോബായ പക്ഷത്തിന് അനുകൂലമായി പല കാര്യങ്ങളും സംസാരിച്ചു. അങ്ങനെ വർദ്ധിച്ച തോതിൽ യാക്കോബായ സഭയിൽ നിന്നൊരു ഫാൻ ഫോളോവിങ് സുനിലിനുണ്ടായി. അപ്പൊ പൊതുവെ സുനിലിന്റെ വീഡിയോകളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും സത്യസന്ധനായ ഒരു വ്യക്തി അല്ലെ ഉത്തരവാദിത്തമുള്ള ഒരു മാധ്യമ പ്രവർത്തനം, ഒരു റെസ്പോൺസിബിൾ ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് തന്നെ അനുവാചകരുടെ ഇടയിൽ ഒരു അടയാളപ്പെടുത്തലൊക്കെ ഉണ്ടായി. എന്നാൽ ഈ യാത്രയിൽ എവിടെയോ ഇദ്ദേഹം ഈ പലപ്പോഴും കൂതാശ തൊഴിലാളികൾ, കുപ്പായ തൊഴിലാളികൾ, പൂച്ചാണ്ടി മെത്രാന്മാർ, ഇങ്ങനെയൊക്കെയുള്ള കുറേയേറെ ഒരു വൊക്കാബുലറി അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുണ്ട്. അദ്ദേഹം നിരന്തരമായിട്ട് ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ പൊതുവെ താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയിലെ വൈദികരുടെയും മേൽപ്പെട്ടക്കാരുടെയും ഒക്കെ മനോഭാവം, ജീവിത രീതി, അവരുടേതായ അഴിമതികൾ, ഇതൊക്കെ അദ്ദേഹം എക്സ്പോസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിൽ നിന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു പ്രതികരണം എന്ന നിലയ്ക്കാണ് പ്രേക്ഷകരായ ഞാനും അദ്ദേഹത്തിന്റെ ഒരു പ്രേക്ഷകനാണ്. അപ്പൊ അതുകൊണ്ട് കണ്ടുകൊണ്ടിരുന്നു. ഇടയ്ക്കെപ്പോഴോ അദ്ദേഹത്തിന് ഒരു പെന്തക്കോസ്റ്റൽ അപഭ്രംശം സംഭവിച്ചു. അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളിലും ചലനങ്ങളിലും സംസാരങ്ങളിലും ഒക്കെ ഒരു പെന്തക്കോസ്തുകാരുടെ ഒരു മൃദുത്വം, അതുപോലെ പെന്തക്കോസ്തുകാരെ പറ്റി പറയുന്ന സമയത്ത് തന്റെ ഭാഷയ്ക്കൊരു ശുദ്ധി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റി. ഞാനിത് ശ്രദ്ധിക്കുന്നത് ഈ PR ബേബി എന്ന് പറഞ്ഞ് ഒരു വ്യാജ സയന്റിസ്റ്റ്, അദ്ദേഹം സയന്റിസ്റ്റ് ആണെന്ന് ഒക്കെയാണ്, ചക്കയാണോ മാങ്ങയാണോ സയൻസ് എന്ന് അറിയാൻ മേലാത്ത ഒരുത്തനാണ് PR ബേബി. എനിക്കറിയാവുന്ന ഈ എറണാകുളത്ത് ഒരു മനുഷ്യൻ. അദ്ദേഹം മരിച്ചപ്പോ PR ബേബിയുടെ ശവം സംസ്കരിക്കുന്ന സമയത്ത് ഈ സുനിൽ മാത്യുവിന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇതാണ് ശവമടക്ക്, ഏത് പെന്തക്കോസ്ത് ശവമടക്ക്, ഇത്രയും മാതൃകാപരമായി. അപ്പം ഞാൻ അന്ന് അദ്ദേഹത്തെ കുറിച്ച് വളരെ ശ്രദ്ധിച്ചു. ലോകത്തെ ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഇടയിൽ ഏറ്റവും അർത്ഥപൂർണമായ അല്ലെങ്കിൽ മരണത്തെ അഡ്രസ് ചെയ്യുന്ന, മരിച്ചവരെ അഡ്രസ് ചെയ്യുന്ന ഒരു ലിറ്റർജി, ഫ്യൂണറൽ ലിറ്റർജി ഉള്ളത് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭയ്ക്കാണ്. യാക്കോബായ സുറിയാനി സഭയുടെ ക്രിസ്തുവിജ്ഞാനീയത്തോട് കിടപിടിക്കുവാൻ പോയിട്ട് 7 അയലക്കത്ത് വന്ന് നിൽക്കാൻ പോലും യോഗ്യതയുള്ള ഒരു ക്രിസ്തുവിജ്ഞാനിയോ ലോകത്തിൽ ഒരു വിഭാഗത്തിനുമില്ല. ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ യാക്കോബായ സഭയ്ക്ക് പണവും സ്വാധീനവും കുറവായതുകൊണ്ട് പലരും ശ്രദ്ധിക്കാതെ പോകുന്നെങ്കിലും അക്കാദമിക് ലോകം രഹസ്യമായി സമ്മതിക്കുന്ന കാര്യമാണ് ഏറ്റവും മികച്ച ദൈവശാസ്ത്രവും ഉദാത്തമായ ലിറ്റർജിയും സുറിയാനി സഭയുടേതാണ്. അപ്പൊ ആ സുറിയാനി സഭയുടെ ശവസംസ്കാര ശുശ്രൂഷ ദൂതന്മാർ പോലും കൊതിയോടെ നോക്കുന്ന ഒന്നാണ്. ഞാൻ കമ്പയർ ചെയ്യാൻ വേണ്ടി ആരെ ക്ഷണിക്കുകയാണ്. പെന്തക്കോസ്ത് വിഭാഗത്തിൽപ്പെട്ട ആർക്ക് വേണമെങ്കിലും ഒരു പെന്തക്കോസ്റ്റൽ ശവസംസ്കാരവും യാക്കോബായ സഭയുടെ ഒരു ശവസംസ്കാരവും നമുക്ക് വീഡിയോയിൽ പാരലായിട്ട് പ്ലേ ചെയ്തുകൊണ്ട് സംസാരിക്കാം. എന്നോട് കൂടെ ഇരുന്ന് ലൈവിൽ സംസാരിക്കാൻ കേൾപ്പുള്ള ആരെങ്കിലും പെന്തക്കോസ്ത് വിഭാഗത്തോടെ പോലെ നിങ്ങളുടെ ഒരു ശവസംസ്കാര ശുശ്രൂഷ സാമ്പിളായിട്ട് ഞാൻ എടുത്തു വെക്കും, ഞങ്ങളുടെ തുറന്ന് എടുത്തു വെക്കും. നമുക്ക് പാരലായിട്ട് കമ്പയർ ചെയ്യാം. വേണമെങ്കിൽ പോലെ ഇതൊരു ഓപ്പൺ ചലഞ്ചാണ്. ശ്രീമാൻ സുനിലിന് വേണമെങ്കിലും ജോയിൻ ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അപ്പൊ സുനിൽ അന്ന് ഈ PR ബേബിയുടെ ശവസംസ്കാരത്തിന്റെ സമയത്ത് കുറച്ച്, അപ്പൊ എനിക്ക് അപ്പോഴേ മനസ്സിലായി ഇദ്ദേഹം പെന്തക്കോസ്ത് രോഗം, ഇദ്ദേഹത്തെ വൈറസ് ബാധിച്ചിട്ടുണ്ട്. പിന്നീട് ഇദ്ദേഹം വളരെ പെട്ടെന്നാണ് പെന്തക്കോസ്റ്റൽ ഇൻഫ്ലുവൻസ്ഡ് ആയി. അദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരനായി മാറി. അവശേഷിപ്പെന്ന് പറഞ്ഞാൽ മൂക്കിന് കീഴിലുള്ള മീശ മാത്രമാണ്. അദ്ദേഹം അല്ലാതെ എല്ലാ അർത്ഥത്തിലും ഒരു പെന്തക്കോസ്തുകാരനായി മാറി. ഓർത്തഡോക്സ് മെത്രാന്മാർക്ക് അനാശാസ്യ പ്രവർത്തനങ്ങളുണ്ട്, അവർ വ്യാപകമായിട്ട് അഴിമതി നടത്തുന്നുണ്ട്, അവരെ ഒരു ക്രിസ്ത്യാനി എന്ന് പോലും വിളിക്കാൻ യോഗ്യനല്ല എന്ന് തുടങ്ങിയുള്ള തന്റെ പരാമർശങ്ങളും വിമർശനങ്ങളും ഒക്കെ അവിടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കെ തന്നെ താന് ഉത്തമനായ ഗുരുവിനെയും വഴികാട്ടിയെയും കണ്ടെത്തി. അങ്ങനെ ഈ സുനിൽ മാത്യു കണ്ടെത്തിയ ഉത്തമനായ ഗുരുവും വഴികാട്ടിയുമാണ് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന KV തോമസ്. ഇപ്പൊ ഇദ്ദേഹമാണ് സുനിൽ മാത്യുവിന്റെ ഒരു മാർഗദീപം. ഇതിലൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല. കാരണം എല്ലാ മനുഷ്യരും തങ്ങളുടെ ജീവിതത്തിന്റെ യാത്രയിൽ സന്നിഗ്ധ ഘട്ടത്തിൽ മനുഷ്യന് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. മനുഷ്യനെ അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സുനിൽ മാത്യു ഒരു ലീഡറെ അല്ലെങ്കിൽ ഒരു ഗുരുവിനെ അല്ലെങ്കിൽ ഒരു മെന്റോറെ ഒക്കെ കണ്ടെത്തുന്നതിൽ തെറ്റില്ല. ഏതായാലും അദ്ദേഹത്തിന്റെ ഭാഷയ്ക്കൊരു ശുദ്ധി വന്നു, അദ്ദേഹത്തിന് ഒരു ജീവിതത്തിനൊരു താളക്രമം ഉണ്ടായി, ഒരു ലക്ഷ്യബോധം ഉണ്ടായി. അതെല്ലാം നല്ലതാണ്. നമുക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിൽ നിന്നുണ്ടായ ബിറ്റർ എക്സ്പീരിയൻസസിൽ നിന്ന് വിരുദ്ധമായി ഒരു സ്വീറ്റ് എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിൽ കണ്ടു. ഇദ്ദേഹം വളരെ ദാനശീലനായിട്ട്, ഞാൻ അതൊക്കെ വളരെ സന്തോഷത്തോടെ ഉണ്ടായി. ഇവരെന്തോ ഒരു വീട് തുറക്കുകയോ പാവങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് വരുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കുമായിട്ടൊക്കെ ഒരു സെന്റർ, അതൊക്കെ വളരെ ഉദാത്തമായ പ്രവർത്തനങ്ങളാണ്. അത്തരം പ്രവർത്തനങ്ങൾ സുനിലിനെ ഇദ്ദേഹത്തിലേക്ക് ആകർഷ്ടനാക്കി. അങ്ങനെ ഇവരൊരു പ്രോഗ്രാം ഈ i2i ചാനലിൽ തുടങ്ങുകയാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തന്റെ ചാനൽ സൂക്ഷിക്കേണ്ട ഒരു ധാർമ്മിക മര്യാദയാണ് അതിന്റെ മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കുക എന്നുള്ള അടിസ്ഥാന തത്വം പോലും വിസ്മരിച്ചുകൊണ്ട് സുനിലിന്റെ ചാനൽ ഒരു പെന്തക്കോസ്ത്
മാലിന്യത്തെ വമിപ്പിക്കുവാൻ, അല്ലെങ്കിൽ പെന്തക്കോസ്ത് വിഷപ്പുക വമിപ്പിക്കുന്ന ഒരു ചാനലാക്കി താൻ തുറന്നു കൊടുത്തു. തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പരാജയമായിട്ട് ഭാവി കാലത്ത് അത് അടയാളപ്പെടുത്തും. ശ്രീമാൻ സുനിൽ മാത്യു മനസ്സിലാക്കുക. കാരണം ഒരു മനുഷ്യൻ അധപ്പതിക്കാവുന്നതിന് പല ലിമിറ്റുണ്ട്. ഒരു നായർ നശിച്ചാൽ അവൻ ചായക്കട തുടങ്ങും. പഴയ കാലത്തെ ഒരു സങ്കല്പം, ഇപ്പോഴത്തെ അല്ല കേട്ടോ. ഇപ്പൊ പുതിയ കാലത്ത് ആധുനിക പിള്ളേരൊക്കെ പല കഫേകളും റെസ്റ്റോറൻറ്റും ഒക്കെ തുടങ്ങുന്നുണ്ട്. പണ്ടത്തെ ഒരു കോൺസെപ്റ്റാണ്, നശിച്ച നായർ ചായക്കട തുടങ്ങും. അപ്പൊ ചായക്കട നടത്തുക പറഞ്ഞാൽ നായന്മാരുടെ ഇടയിലെ പിള്ളേച്ചൻ ചായക്കട നടത്തുന്നു. അപ്പൊ അങ്ങനെയാണ് ഈ നായർ നശിച്ച നായർ ചായക്കട നടത്തുകയാണ്. നസ്രാണി നശിച്ചവൻ കശാപ്പ് തുടങ്ങും. നശിച്ച നസ്രാണി കശാപ്പ്, യോസേപ്പ് ഇറച്ചി വിട്ടുകാരൻ അയ്യേ ചേ. അപ്പം നശിച്ചു പോയി എന്നുള്ളതാണ് അതിൻ്റെ ഒരു അടയാളപ്പെടുത്തൽ. അതുപോലെ പിൽക്കാലത്ത് ഈ എല്ലാം നശിച്ചവൻ പെന്തക്കോസ്ത് ചേരും എന്ന് പറഞ്ഞാൽ നാശത്തിന്റെ അവസാനം പെന്തക്കോസ്ത് എന്നുള്ളതാണ്. എല്ലാ അർത്ഥത്തിലും ധാർമ്മികമായും സാമ്പത്തികമായും സാമൂഹികമായും തിരസ്കരിക്കപ്പെട്ടവർ, ഒപ്രസ്ഡ്, ഔട്ട്കാസ്റ്റ് ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ ഒരു ലാസ്റ്റ് റിസോർട്ട് ഓഫ് റൗഡികളുടെയും ഗുണ്ടകളുടെയും തെമ്മാടികളുടെയും അവസാനത്തെ അഭയകേന്ദ്രം ആ പെന്തക്കോസ്ത് എന്നാണ് പറയുന്നത്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. പെന്തക്കോസ്തിലെ ഏറ്റവും കൂടുതൽ ഗുണ്ടകളും തെമ്മാടികളും ഒക്കെയാണ്. പെന്തക്കോസ്തുകാരുടെ സാക്ഷ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പെന്തക്കോസ്തിലെ പുരുഷന്മാർ സാക്ഷ്യം പറയുമ്പോൾ, ഞാനൊരു ഗുണ്ടയായിരുന്നു, ഞാൻ 8 പേരെ തട്ടിയിട്ടുണ്ട്, 10 പേരെ കുത്തിയിട്ടുണ്ട്, ഞാൻ എൻ്റെ അപ്പനെ വരെ കൊന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ്. അതുപോലെ ഞാൻ മഹാഗുണ്ടയായിരുന്നു, ആ താഴ്ചത്തെല്ലാം എൻ്റെ പേര് കേട്ടാൽ എല്ലാവരും വിറയ്ക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 10 കുപ്പി ബ്രാൻഡ് ഡെയിലി കുടിക്കുമായിരുന്നു, ഞാൻ 200 സിഗരറ്റ് ദിവസം വലിക്കുമായിരുന്നു. ഇങ്ങനെയാണ് തള്ള്. അപ്പൊ പെന്തക്കോസ്ത് പുരുഷന്മാർ മുഴുവൻ സാക്ഷ്യം പറയുന്നത് അങ്ങനെയാണ്. അപ്പൊ സമാനമായിട്ട് പെന്തക്കോസ്ത് സ്ത്രീകളും അങ്ങനെ ആയിരിക്കണം. കാരണം ഒരാറെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ. പക്ഷെ പെന്തക്കോസ്ത് സ്ത്രീകൾ ഒരിക്കലും, ഞാൻ ആ ദേശത്ത് അറിയപ്പെടുന്ന ഒരു ലൈംഗിക തൊഴിലാളിയായിരുന്നു, ഞാൻ മുല്ലപ്പൂ വെച്ച് ദിവസവും അടൂർ കൊട്ടാരക്കര സ്റ്റാൻഡിൽ ചെന്ന് നിൽക്കുമായിരുന്നു ഒന്നും ആരും പറയത്തില്ല. അതൊക്കെ സത്യമാണെങ്കിലും അങ്ങനെ പറയത്തില്ല. അപ്പൊ ഈ പെന്തക്കോസ്ത് പുരുഷന്മാരുടെ സാക്ഷ്യങ്ങളും സ്ത്രീകളുടെ സാക്ഷ്യങ്ങളും തമ്മിൽ വലിയൊരു സന്തുലിതാവസ്ഥയ്ക്ക് വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇതൊരു പെന്തക്കോസ്തിലാണല്ലോ സുനിൽ. കാരണം പെന്തക്കോസ്തിലേക്ക് വേലയ്ക്ക് ഇറങ്ങി എന്നാ പറയും. നിങ്ങൾ പെന്തക്കോസ്തുകാരുടെ ഭാഷ കേട്ടോ, വേലയ്ക്ക് ഇറങ്ങി കേട്ടോ. നമ്മുടെ വടക്കലെ ടോം വേലയ്ക്ക് ഇറങ്ങുന്നവരെ പ്രാർത്ഥിക്കുക. ഇറങ്ങുക അതൊരു ഡിമോഷനാണ്. വേലയ്ക്ക് ഇറങ്ങി എന്നാ പറയുന്നത്. സർക്കാർ ജോലിക്ക് കയറി എന്ന് പറയും. സർക്കാർ ജോലി കിട്ടും, അയ്യോ അവൻ KSRTC കയറി കേട്ടോ, അല്ലെങ്കിൽ അവൻ KSEB കയറി, ജോലി കയറി, അറിഞ്ഞില്ലേ മോനിച്ച് നമ്മുടെ ജോലി കയറി. അപ്പൊ ഇവരുടെ ലാംഗ്വേജിൽ തന്നെ ഇതൊരു അടപ്പതിച്ച മാർഗമാണെന്നുണ്ട്. അപ്പൊ സുനിലിന്റെ ഇറക്കവാ, സുനിൽ ഇറങ്ങി, I2I സുനിൽ ഇറങ്ങി എന്നുള്ളതാണ്. പെന്തക്കോസ്തിലേക്ക് ഇറങ്ങി. നമ്മൾ ഈ തീട്ടക്കുഴിയിലേക്ക് ഇറങ്ങി, കക്കൂസിലേക്ക് ഇറങ്ങി, സെപ്റ്റി ടാങ്കിലേക്ക് ഇറങ്ങി, അതുപോലെയാണ് പെന്തക്കോസ്തിലേക്ക് ഇറങ്ങി. അത് ഞാൻ പറഞ്ഞല്ല, പെന്തക്കോസ്തുകാരുടെ വാക്കാണ്. കഴിഞ്ഞ 25 വർഷം അതിനകത്ത് വളരെ ആക്റ്റീവായിട്ട് വന്നതുകൊണ്ട് എനിക്ക് ആ ലാംഗ്വേജ് അറിയാവുന്നത്. ഇറങ്ങി, ഞാൻ കയറി കേട്ടോ, പെന്തക്കോസ്തിന് കയറി, കര കയറി. അപ്പൊ ഞാൻ കര കയറിയപ്പോ അതേ ഓർത്തഡോക്സിൽ നിന്ന് ഈ സുനില് ആ തീട്ടക്കുഴിയിലേക്ക് ഇറങ്ങുന്ന കാഴ്ച കണ്ടപ്പോൾ എനിക്ക് ദുഃഖം തോന്നി. എങ്കിലും കുഴപ്പമില്ല, പുള്ളിക്ക് താല്പര്യമാണ്, ഇറങ്ങട്ടെ, കുറച്ച് കഴിയുമ്പോൾ കയറി പോരും എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പൊ അദ്ദേഹം മതേതര സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ട ഒരു ചാനൽ, കാരണം താന് നിഷ്പക്ഷമായിട്ടും നിരപവാദ്യനായിട്ടും വിമർശന വീഡിയോകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന തന്റെ ചാനൽ പെന്തക്കോസ്തുകാരുടെ മതപ്രസംഗത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. ഒരു ചാനലിന്റെ ഉടമസ്ഥൻ അത് ടെക്നോളജിക്കലി ആ വ്യക്തിയാണെങ്കിലും സത്യത്തിൽ ആ ചാനൽ കാണുന്ന ആളുകളാണ്. അപ്പൊ ഈ ഗ്ലോറിയസ് ഗോസ്പൽ ചാനലിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നിങ്ങളാണല്ല, ഞാനല്ല. പലപ്പോഴും ഇതിനകത്ത് ഞാൻ ചിലപ്പോ ഈ ചില കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് പ്രേക്ഷകർ പറയാം അത് ശരിയായ രീതിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഓരോ ചാനലിനും ഓരോ സ്വഭാവമുണ്ട്. പക്ഷെ സുനിലിന്റെ ചാനൽ ഇന്നൊരു പെന്തക്കോസ്ത് ചാനലായി. അദ്ദേഹം ഈ താൻ കണ്ടെത്തിയ ഗുരുവും മാർഗദർശിയുമായ ഈ KV തോമസിനോട് ചേർന്നൊരു സീരീസ് ആരംഭിച്ചു. അത് സത്യപ്രഭ എന്നാണ് ആ സീരീസിന്റെ പേര്. ഈ സത്യപ്രഭയുടെ 16ാം ഭാഗം ഇപ്പൊ എപ്പിസോഡായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. പെന്തക്കോസ്ത് ഉപദേശം ഈ ഇദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന ഈ പാസ്റ്ററിൽ നിന്ന് പെന്തക്കോസ്ത് ഉപദേശം തന്റെ ചാനലിലേക്ക്. കാരണം ഈ പാസ്റ്റർ തന്നെ വന്ന് അങ്ങനെ ഉപദേശം പറഞ്ഞാൽ അത്ര അധികം ആളുകൾ കേൾക്കില്ല. പക്ഷെ നല്ല ഒരു വ്യൂവർഷിപ്പ് ഉള്ള ഈ I2I ചാനലിന്റെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സുവിശേഷം അറിയിക്കാൻ പാസ്റ്റർ തയ്യാറാകുക. അതിന് ഞാൻ എതിരല്ല. ഞാൻ അങ്ങനെയുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തണം അതാണ് എന്റെ നിലപാട്. പക്ഷെ ഈ 16ാമത്തെ എപ്പിസോഡിൽ ഇവരെ ഈ സഭയുടെ കൂതാശകളെ അവഹേളിച്ചും ആക്ഷേപിച്ചും ഒരു എപ്പിസോഡാണ് ചെയ്തിരിക്കുന്നത്. ഭാഗം 16. ഈ സുനിൽ മാത്യു എന്ന് പറയുന്ന ആളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക്, ഞാൻ വീണ്ടും പറഞ്ഞു, ഉത്തരവാദിത്ത മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് തന്നെ അവതരിപ്പിക്കുന്ന ആളാണ് സുനിൽ മാത്യു. എനിക്കും അതിനകത്ത് വിയോജിപ്പൊന്നുമില്ല. കാരണം അദ്ദേഹം ധീരനാണ്, സത്യസന്ധനാണ്, നീതിമാനാണ്. ആ ഒരു ഇമേജാണ് ഉള്ളത്. അദ്ദേഹം ഇപ്പോൾ എന്ത് വിഷയം ഉണ്ടെങ്കിലും തന്റെ ഭാഗങ്ങൾ ന്യായീകരിക്കാനും അതുപോലെ ആളുകളെ ഫോണിൽ വിളിക്കാനും നേരിട്ട് സംസാരിക്കാനും ആ സംഭാഷണങ്ങൾ കൃത്യവിലോപം കൂടാതെ രേഖപ്പെടുത്തി വെക്കാനും അത് പിന്നീട് ലൈവ് കേൾപ്പിക്കാനും ഒക്കെ അദ്ദേഹം തുനിയുന്നുണ്ട്. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു പൊളിമിക്കൽ എപ്പിസോഡ്, ഈ പൊളിമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് എതിർ വിഭാഗത്തിലോട്ട് അല്ലെങ്കിൽ ഇതര വിഭാഗങ്ങളെ ആക്രമിക്കുന്ന ശൈലിക്കാണ് പോളിമിക്സ് എന്ന് പറയുന്നത്. എന്നാൽ സ്വന്തം വിശ്വാസത്തെ അവതരിപ്പിക്കുകയും
ഞാൻ ഇന്നതാണ് വിശ്വസിക്കുന്നത് എന്ന് പറയുകയും അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതാണ് ക്രിസ്ത്യൻ വേ. ക്രിസ്ത്യൻ വേ എന്ന് പറഞ്ഞാൽ അതാണ് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ പറയുന്നത്. നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പ്രതിവാദം ചോദിക്കുന്നവരോട് സൗമ്യതയും ഭയഭക്തിയും പൂണ്ട് ഉത്തരം പറയുവാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. ദാറ്റ് മീൻസ് അപ്പോളജറ്റിക്സ്. അപ്പൊ നമ്മുടെ വിശ്വാസത്തെ പറ്റി പറയുന്നതിന്റെ പേരാണ് അപ്പോളജറ്റിക്സ്. എന്താണത്? അപ്പോളജറ്റിക്സ്. മറ്റവന്റെ വിശ്വാസത്തെ അവഹേളിക്കുകയും ആക്രമിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതിന്റെ പേരാണ് പൊളിമിക്സ്. ഇന്ന് I2I സുനിൽ ഒരു പൊളിമിസ്റ്റ് ആയിട്ട് മാറി. പൊളിമിസ്റ്റ് സുനിലാണ്, നോട്ട് അപ്പോളജിസ്റ്റ്. അദ്ദേഹത്തിന്റെ കൂടെ ഇരിക്കുന്ന വാർദ്ധക്യത്തിലേക്ക് എത്തിച്ചേരുന്ന ആ ബഹുമാന്യ പാസ്റ്റർ, അദ്ദേഹവും ഒരു പൊളിമിസ്റ്റിക് ലൈനാണ് പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം പൊളിമിസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇവർ പറയുന്ന ക്രിസ്തുവിന് പോലും അറിയാത്ത കൂദാശകൾ ആരുണ്ടാക്കി. സത്യപ്രഭ ഭാഗം 16. അപ്പൊ ഈ സത്യപ്രഭ എന്ന പേരിൽ പെന്തക്കോസ്ത് ഉപദേശങ്ങളുടെ സീരീസ് I2I ചാനൽ ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ 16ാമത്തെ എപ്പിസോഡിലാണ് ഈ സുനിലും പാസ്റ്റർ തോമസും ചേർന്ന് ഇതൊക്കെ പറയുന്നത്. ഒരു മുൻ പെന്തക്കോസ്തുകാരൻ എന്ന നിലയ്ക്ക്, ഒരു ഓർത്തഡോക്സ് വിശ്വാസി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ട്. തനിക്ക് വിയോജിപ്പുണ്ട്, താൻ അവിടെ ഇരുന്ന് വിയോജിക്കണോ എന്ന് വേണം പറയാം. ഇപ്പൊ ശരിയാണ്. പക്ഷേ അവരവരുടെ ചാനലാണ്, അവർക്ക് ഇഷ്ടമുള്ള പറയും, പറഞ്ഞോട്ടെ. നമുക്കതിനകത്ത് ചോദ്യം ചെയ്യാൻ അവകാശമില്ല, ഇല്ല. പക്ഷേ ഇത്ര നാൾ സുനിൽ മാത്യു ഉയർത്തിപ്പിടിച്ച ധാർമ്മിക പത്രപ്രവർത്തനം അല്ലെങ്കിൽ മൂല്യബോധമുള്ള മാധ്യമ പ്രവർത്തനം എന്ന അവകാശവാദം ഉപേക്ഷിക്കണം. ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് മാത്രമല്ല, ഈ ആദരണീയനായ പാസ്റ്റർ പറഞ്ഞതെല്ലാം അബദ്ധമാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അപ്പൊ താങ്കളുടെ പ്രേക്ഷകർ എന്റെ അഭിപ്രായം കൂടെ കേൾപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ശുദ്ധ തോന്നിവാസമാണെന്നും അടിസ്ഥാനരഹിതമാണെന്നും അബദ്ധ ജഡിലമാണെന്നും ഞാൻ പറയുകയാണ്. അപ്പൊ അതിന് മേപ്പടി വിഷയത്തിൽ ചർച്ചയോ സംവാദമോ പരിശോധനയോ എന്ത് വേണേലും ആകാം പാസ്റ്റർ തോമസിന്. അപ്പൊ ആ സമയത്ത് എനിക്ക് വാദത്തിന്റെ അസ്കിതയുണ്ട്, വായുവിന്റെ കോപം ഉണ്ടെന്നൊന്നും പറയരുത്. അങ്ങനെയുള്ളവർ വീട്ടിൽ ഇരിക്കണം, പൊതുസമൂഹത്തിൽ വന്നിറങ്ങി ഇങ്ങനെ വലിയ വായി വർത്തമാനം പറയരുത്. ഇപ്പൊ പരിശുദ്ധ സഭയുടെ കൂദാശകളെ അവഹേളിച്ച് സുനിൽ മാത്യു ഒരു പാസ്റ്ററെ കൊണ്ടുവന്നിരുത്തി സംസാരിച്ചിരിക്കുമ്പോൾ ഷിബു പീഡിയക്കൽ എന്ന ഞാൻ അതിനെ കൗണ്ടർ ചെയ്യാണ്. നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. കാരണം എനിക്കിവിടെ ഫോളോവിംഗ് ഒക്കെ കുറവാണ്, വളരെ 100-150 പേരാണ് എന്നെ കേൾക്കുന്നത്. പക്ഷെ എങ്കിലും ഇതിവിടെ കിടക്കും. കാരണം താങ്കൾ സത്യസന്ധനായ മാധ്യമ പ്രവർത്തകൻ എന്ന അവകാശവാദത്തിന്റെ ആ തൊപ്പിയും തൊങ്ങലും ഊരി വെച്ചോണം. അങ്ങനെ തുടരണമെങ്കിൽ ഒരു ഓപ്പൺ ചർച്ചയ്ക്ക് തയ്യാറാണ്. കാരണം ഇത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ തെറ്റാണ്. ഈ സേഫായിട്ട് ഈ ആനപ്പുറത്ത് പോകുന്ന മുറുക്കി തുപ്പി കഴിഞ്ഞാൽ ഉത്സവത്തിന് നിൽക്കുന്ന ദേഹത്തോട്ട് എന്നാ ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ സംഭവം ഉണ്ട്. ആനപ്പുറത്ത് പോകുന്ന മുറുക്കിച്ച് താഴെ നിൽക്കുന്ന ദേഹത്തോട്ട് തുപ്പുക. അപ്പോൾ I2I ചാനലിൽ വന്നിരുന്നു കഴിയുമ്പം ഈ ഇദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പറയാം. അപ്പൊ അതുകൊണ്ട് ഒരു ഓപ്പൺ ഫോറത്തിൽ ഇരുന്ന് സംസാരിക്കാൻ ഈ പാസ്റ്ററെ ഞാൻ ക്ഷണിക്കുകയാണ്. സുനിൽ മാത്യു സംബന്ധിച്ച് അദ്ദേഹം ഒരു ഫെലിസിറ്റേറ്റർ എന്ന് മാത്രമേ ഉള്ളൂ. ചാനൽ നടത്തിപ്പുകാരനും ഫെലിസിറ്റേറ്ററുമായതുകൊണ്ട് നമുക്ക് സുനിൽ മാത്യുവിനെ ഒഴിവാക്കാം. അദ്ദേഹം ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി RCCയിലൊക്കെ വരുന്ന രോഗികൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന അതൊക്കെ നല്ല കാര്യമാണ്. ഞാനും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, വളരെ നല്ല കാര്യമാണ്. പക്ഷേ അതിന്റെ പേരിൽ 2000 വർഷമായിട്ട് ഇവിടെ നിലനിൽക്കുന്ന ക്രിസ്തീയ സഭയുടെ ഉപദേശങ്ങളെയും ആദർശങ്ങളെയും ചോദ്യം ചെയ്യാനും അവഹേളിക്കാനും ഒന്നും നിങ്ങൾക്ക് ആരും ലൈസൻസ് തന്നിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ ആരെങ്കിലും സഹായം ചെയ്തു എന്നത് പരിശുദ്ധ സഭയെ അവഹേളിക്കുവാനും ക്രൈസ്തവരുടെ വിശ്വാസ ബോധ്യങ്ങളെയും ആചാരങ്ങളെയും ആക്ഷേപിക്കാനുമുള്ള ഒരു അനുമതിയോ ലൈസൻസോ ഒന്നുമല്ല. അങ്ങനെ കരുതരുത്. അതുകൊണ്ട് ഉത്തരവാദിത്വത്തോടെ ഇവർ രണ്ടുകൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ ചാനലിൽ പോയിട്ട് ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം. സത്യപ്രഭ എന്ന് പറഞ്ഞ് എനിക്കതിനകത്ത് ഒരു വിരോധമില്ല. പെന്തക്കോസ്ത് ഉപദേശങ്ങൾ ആര് പറയുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും. ഇപ്പൊ പെന്തക്കോസ്ത് ഉപദേശം ഈ ശാമുവേൽ മാത്യു നാരദ ന്യൂസ് ഇരുന്ന് പറയുന്നുണ്ട്. ആർക്ക് വേണമെങ്കിലും പറയാം. അപ്പൊ പെന്തക്കോസ്തൽ ഉപദേശം പറയുന്നവരെല്ലാം അങ്ങോട്ട് പോയി ആക്രമിക്കുക എന്നുള്ള രീതിയോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാന്നുള്ള രീതിയോ ഇല്ല. എന്നാൽ ഓർത്തഡോക്സ് വിശ്വാസത്തെയും ആരാധനാ രീതികളെയും അധിക്ഷേപിക്കുവാനും ആക്രമിക്കുവാനും ഒരാൾ തുനിയുമ്പോൾ അത് നമ്മൾ ചോദ്യം ചെയ്യും. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ കൈകൾ ഞങ്ങളുടെ മൂക്കിനടുത്ത് എത്തുന്നവരേ ഉള്ളൂ. അവിടെ നിങ്ങളുടെ സ്വാതന്ത്ര്യം അവസാനിക്കുകയാണ്. നിങ്ങളിപ്പോ ഞങ്ങളുടെ വിശ്വാസത്തെയും ആരാധനാ രീതികളെയും പാരമ്പര്യങ്ങളെയും ചോദ്യം ചെയ്തിരിക്കുമ്പോൾ ഞങ്ങൾ റെഡിയാണ് പ്രതികരിക്കാൻ. ഇല്ല എന്ന് വിചാരിക്കരുത്. പിന്നെ ബെതിരിലായിട്ട് തുടരാം. ഞങ്ങൾ പറയുന്നത് കേട്ടില്ല കണ്ടില്ല എന്ന് വെച്ച്. അപ്പോൾ നിങ്ങളുടെ ക്രെഡിബിലിറ്റി അവിടെ ബിഗ് സീറോ ആവും, ക്രംബിൾ ഡൗൺ. I2I സുനിൽ തനിക്കുണ്ട് എന്ന് സ്വയം ചിന്തിക്കുന്നതും അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രേക്ഷകർ കരുതുന്നതുമായ ആ ക്രെഡിബിലിറ്റിയാണ് ഇവിടെ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ആ ക്രെഡിബിലിറ്റി ഉണ്ടെങ്കിൽ ഓപ്പൺ ആയിട്ട് ചർച്ചയ്ക്ക് തയ്യാറാകണം. കാരണം ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ തോന്നിയാസം. ഈ ഇരിക്കുന്നതായ കേരളത്തിലെ ആൾക്കാർക്ക് കൂദാശ എന്നുള്ളതിന്റെ അവര് പറഞ്ഞ് നിങ്ങളെ ധരിപ്പിച്ച എന്തോ ഒരു ധാരണ ഉണ്ട്. അത് ശരിയാണെന്ന് ആര് പറഞ്ഞു? അവർക്ക് അറിയാവുന്ന ആര് പറഞ്ഞു? ഒന്നും അറിയത്തില്ല. ഇതെല്ലാം പൈശാചിക
ചിന്തകൾ പിശാചി ഇവരുടെ തലയിൽ കുത്തിവെച്ചതാണ്. ഞാൻ ഇതെല്ലാം അനുഷ്ഠിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. കുറെ കഴിഞ്ഞിട്ട് ഞാൻ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ടു. മുഴുവൻ പാസ്റ്റർ എ.വി. തോമസ് ഉത്തരം പറയേണ്ടി വരും. കൂദാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്നാ ശബ്ദധാരാവലിയാണ്. നിങ്ങൾക്ക് ഈ ശബ്ദധാരാവലിക്കകത്ത് നിങ്ങൾ നോക്കുക, കൂദാശ എന്ന വാക്ക് കിടപ്പുണ്ട്. അതെ, ശ്രീകണ്ഠാചാര്യ ശബ്ദധാരന്റെ 635 പേജ് കൂദാശ എന്നാൽ എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എ.വി. തോമസ് വായിക്കേ. ഈ ഭാഷകൾ വളരുന്ന പല ലാംഗ്വേജിൽ നിന്ന് പരസ്പരം വാക്കുകളെ കടമെടുക്കും. ഇംഗ്ലീഷിൽ നിന്ന് എത്രയോ വാക്കുകൾ മലയാളത്തിലേക്ക് കടമെടുത്തിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് ഏകദേശം 1800 വാക്കുകൾ ഇംഗ്ലീഷ് കടമെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാ ഭാഷകളും അങ്ങോട്ടും ഇങ്ങോട്ടും പദങ്ങളെ കടമെടുത്തിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് കൂദാശ എന്നത് സുറിയാനി വാക്കാണ്. സുറിയാനി വാക്കിൽ നിന്ന് മലയാളത്തിലേക്ക് കടമെടുത്തിട്ടുള്ളതാണ്. ഇന്നതൊരു മലയാളം വാക്കാണ് കൂദാശ. അപ്പൊ അറിയത്തില്ലെങ്കിൽ പറയണം, നമുക്ക് മുഴുവൻ കാര്യങ്ങളും നല്ല സവിസ്തരമായിട്ട് തന്നെ ചിന്തിക്കണം. ഇദ്ദേഹം പിശാജ് കുത്തിവെച്ചു, പിശാജ് നേഴ്സാണോ, എന്താണ് പാസ്റ്റർ ഇങ്ങനെ തുടങ്ങുന്നത്? അപ്പൊ നമുക്ക് ഈ കാര്യങ്ങളെ ചർച്ച ചെയ്യാം. താങ്കളുടെ വാർദ്ധക്യ കാലത്ത് ഒരു സേഫ് സോണിൽ ഇരുന്ന് ഇവിടുത്തെ സുറിയാനിക്കാരെ ആക്ഷേപിക്കാം എന്ന് കരുതരുത്. അത് നടപ്പാകുന്ന കാര്യമല്ല. പരിശുദ്ധാത്മാവുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടപ്പോഴത്തോടെ പരിശുദ്ധാത്മാവുമായിട്ട് താങ്കൾ ബന്ധപ്പെട്ടത് എങ്ങനെയാണെന്ന് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും. എ.വി. തോമസ് ആനക്കെട്ട് എറിഞ്ഞിട്ട് വാഴയ്ക്ക് മറിയാമെന്ന് വിചാരിക്കരുത്. പാസ്റ്റർ എ.വി. തോമസിനെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. എന്റെ കർത്താവ്, ഒരുപാട് സംശയം എനിക്കുണ്ടല്ലോ. ഞാനിത് എങ്ങനെയാ പോയി ആരോട് ചോദിച്ചാലും അവരൊക്കെ ബ്ലഫ് ചെയ്യും. ബ്ലഫ് ചെയ്യാതെ നമുക്ക് സംസാരിക്കാം. അപ്പം ബ്ലഫിംഗ് ഒക്കെ നിന്നു. അപ്പം എ.വി. തോമസ് എന്ന് പറയുന്ന i2i സുനിലിന്റെ ചാനലിലൂടെ ഇവിടുത്തെ പരമ്പരാഗത ക്രൈസ്തവ സഭകളുടെ വിശ്വാസത്തെയും ആരാധനാ രീതികളെയും പാരമ്പര്യങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരിക്കുന്ന എ.വി. തോമസിനെ ഒരു പൊതു ചർച്ചയിലേക്ക് കൊണ്ടുവരുവാനുള്ള ധാർമ്മിക ബാധ്യതയും കടപ്പാടും ഉത്തരവാദിത്തമുള്ള മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ശ്രീമാൻ i2i സുനിലിന് ഉണ്ട് എന്ന് ഒരിക്കൽ കൂടെ സ്നേഹബുദ്ധിയ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു.